സ്റ്റുഡൻസ്, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കസ്റ്റമർ സർവീസ് ആൻഡ് ഗ്രീവിയൻസ്. ഓക്കെ, അതിൽ നമ്മൾ ഫസ്റ്റ് ഗ്രീൻ റീറ്റെയിലിംഗ്. വാട്ട് ഈസ് ഗ്രീൻ റീറ്റെയിലിംഗ്? ഗ്രീൻ റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീൻ റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു മോഡേൺ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഗ്രീൻ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ്. ഇപ്പോൾ വന്നൊരു പുതിയ മോഡേൺ കോൺസെപ്റ്റ് ആണ്. അതായത് customers are more conscious and prefer to buy from companies that exclusively employ environmentally friendly items. അല്ലേ? അതായത് ഗ്രീൻ റീറ്റെയിലിംഗ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കസ്റ്റമേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് കുറച്ചുകൂടി നാച്ചുറലി ആയിട്ടുള്ള, അതായത് എക്കോണമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. അല്ലേ? നമ്മളിപ്പോൾ വാങ്ങുന്ന ഇപ്പം അധിക സാധനങ്ങൾ നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ എല്ലാവരും അധികം പഴമയിലേക്ക് തിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചും കൂടി എക്കോണമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതർ ദാൻ എന്തിനേക്കാളും ഈ കെമിക്കൽ ആയിട്ടുള്ള ഐറ്റംസ് കുറച്ചിട്ട് കുറച്ചുകൂടി നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ എന്താ പറയുക സർവീസിനെയാണ് നമ്മൾ ഗ്രീൻ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീൻ റീറ്റെയിലിംഗ് എന്തൊക്കെയാണ്? ഹെൽത്തിയർ വർക്ക് പ്ലേസ്, ദെൻ റെഡ്യൂസ്ഡ് വേസ്റ്റ് കുറയ്ക്കാൻ പറ്റും, ടാക്സ് ഇൻസെൻറ്റീവ്, അതേപോലെ റെഡ്യൂസ് കോസ്റ്റ്, ഗ്രോയിങ് ഡിമാൻഡ്, ബെറ്റർ പബ്ലിക് ഇമേജ്, സസ്റ്റൈനബിലിറ്റി. ഇതൊക്കെയാണ് ഒരു ഗ്രീൻ റീറ്റെയിലിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് പറയണ്ടല്ലോ, വേസ്റ്റ് കുറയ്ക്കുന്നു, ടാക്സ് ഇൻസെൻറ്റീവ് ആവുന്നു, ബെറ്റർ പബ്ലിക് ഇമേജ് കൂട്ടാൻ സഹായിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊന്നും. പിന്നെ വേസ് ഓഫ് ട്രാൻസ്ഫോമിങ് ടു ഗ്രീൻ റീറ്റെയിലിംഗ് ബിസിനസ്, അതായത് ഗ്രീൻ റീറ്റെയിലിംഗ് ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് യൂസ് ഓഫ് ഗ്രീൻ ആൻഡ് സേഫ് മെറ്റീരിയൽ ഫോർ ക്ലീനിങ്. ഓക്കെ, ദെൻ സ്വിച്ച് ടു എനർജി എഫിഷ്യൻറ്റ് ലൈറ്റിംഗ് സിസ്റ്റം, ദെൻ പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ്സ് ഇൻ ദ റൂം, ദെൻ പുട്ട് യൂസ്ഡ് ഫിക്സേഴ്സ് വിച്ച് ആർ മെയ്ഡ് ഫോർ നാച്ചുറൽ മെറ്റീരിയൽസ്, യൂസ് ഇക്വിപ്മെൻറ്റ് വിച്ച് ആർ എനർജി എഫിഷ്യൻറ്റ്, മേക്ക് ബാഗ്സ് ആൻഡ് പേപ്പർ റെസീപ്റ്റ്സ്, യൂസ് ഓഫ് നാച്ചുറൽ ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ. അത്രയും കാര്യങ്ങളാണ് ഗ്രീൻ റീറ്റെയിലിംഗിൽ വരുന്നത്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ കസ്റ്റമർ സർവീസസ് ആൻഡ് റീറ്റെയിൽ. ഓക്കെ, കസ്റ്റമേഴ്സ് നമ്മളിപ്പം എംപ്ലോയീസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി റീറ്റെയിൽ ബിസിനസ്സിൽ കസ്റ്റമേഴ്സിനായിട്ട് എന്തൊക്കെ എത്തിക്സ് ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ, നീഡ് ഫോർ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ കസ്റ്റമർ സർവീസസ്. എന്തൊക്കെ കസ്റ്റമറായിട്ടുള്ള എന്തൊക്കെ എത്തിക്കൽ പ്രാക്ടീസസ് ആണ് നമുക്ക് വേണ്ടത്? ഫസ്റ്റ്, വിൻ കസ്റ്റമർ ട്രസ്റ്റ് ആൻഡ് ലോയൽറ്റി. അല്ലേ? കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റും ലോയൽറ്റിയും നേടിയെടുക്കുക എന്നുള്ളത് ഫസ്റ്റ് ഒരു എത്തിക്സ് ആണ്, ഒരു എത്തിക്കൽ പ്രാക്ടീസ് ആണ് ബിസിനസ്സിനെ സംബന്ധിച്ച്. കസ്റ്റമേഴ്സിനോട് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യമാണ് അവരെ ട്രസ്റ്റ് ആൻഡ് ലോയൽറ്റി വിൻ ചെയ്യുക എന്നുള്ളത്. ദെൻ ബിൽഡ്സ് ബ്രാൻഡ് ഇമേജ്. നമ്മൾ മുന്നേ പഠിച്ചപ്പോൾ അതേ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്, ഏകദേശം എല്ലാത്തിനും ഒരേ പോയിന്റ്സ് തന്നെയാണ് വരുന്നത്. ബ്രാൻഡ് ഇമേജ് ബിൽഡ് ചെയ്യുക. ദെൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അല്ലേ? അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കസ്റ്റമറെ നീഡ്സ് ആൻഡ് വാണ്ട്സും അവരെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുമായിരിക്കണം നമ്മൾ പ്രോഡക്റ്റും ബിസിനസ്സും ഉണ്ടായിരിക്കേണ്ടത്. ദെൻ ലോങ് ടേം ബിസിനസ് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം, ഫാസ്റ്റർ അഡാപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം. ദെൻ റീറ്റെയിലേഴ്സ് ബിൽഡ് എംപ്ലോയി മോറൽ ആൻഡ് കൺസ്ട്രക്റ്റീവ് എൻഗേജ്മെൻ്റ് ആയിരിക്കണം, കസ്റ്റമർ റിട്ടൻഷൻ ഉണ്ടായിരിക്കണം, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് കസ്റ്റമേഴ്സായിട്ട് ഉണ്ടായിരിക്കാം, അതേപോലെ സിമ്പതി ആൻഡ് എംപതി ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ട്രാൻസ്പെറൻസി ആൻഡ് ഹോണസ്റ്റി ഇൻ കസ്റ്റമർ സർവീസ്. ഒരു കസ്റ്റമർ സർവീസിൽ എന്തൊക്കെ ട്രാൻസ്പെറൻസി ആൻഡ് ഹോണസ്റ്റി ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? പോയിന്റ്സിൽ ക്ലാരിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് കസ്റ്റമേഴ്സ്. ഇതൊക്കെ പോയിന്റ്സ് തന്നെ നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് ആണ് അതിലെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അതായത് കമ്മ്യൂണിക്കേഷൻ വിത്ത് കസ്റ്റമേഴ്സ്. ദെൻ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഓഫ് ലിമിറ്റേഷൻസ്. കസ്റ്റമേഴ്സിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദെൻ പ്രോംപ്റ്റ്നെസ് ആൻഡ് ആക്യുറേറ്റ് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കണം. മിസ്റ്റേക്സ് ആക്സെപ്റ്റ് ചെയ്യണം. ദെൻ അതായത് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയുമ്പം നമ്മുടെ ബിസിനസ് അത് എന്ത് ചെയ്യണം? അത് ആക്സെപ്റ്റ് ചെയ്തിരിക്കണം, അല്ലാതെ അവരെ ഇതാക്കില്ല. ദെൻ റിയലിസ്റ്റിക് പ്രോമിസസ് ആയിരിക്കണം. അല്ലേ? നമ്മൾ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ റിയലിസ്റ്റിക് ആയിരിക്കണം. ദെൻ ബിൽഡ് എ കൾച്ചർ ഓഫ് ഫീഡ്ബാക്ക് ആൻഡ് റിവ്യൂ ഉണ്ടായിരിക്കണം. എംപവർമെൻറ്റ് ടു ടീം ആയിരിക്കണം. ഈസി ടു ആക്സസ് പോളിസീസ് ആയിരിക്കുക. ദെൻ ഡാറ്റ സെക്യൂരിറ്റി. ഡാറ്റ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സെക്യൂർ ഡാറ്റാസ് ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ എന്താണ്? എത്തിക്കൽ ഗ്രീവിയൻസസ് ഹാൻഡ്ലിംഗ് പ്രോസസ്സ്. അതായത് ഗ്രീവിയൻസസ് ഉണ്ടാവുക, അതായത് തർക്കങ്ങൾ ഉണ്ടാവുക. അല്ലെ? കസ്റ്റമേഴ്സും
നമ്മളെ സെല്ലേഴ്സും തമ്മിലൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ ബിസിനസ്സും തമ്മിൽ എന്തെങ്കിലും ഗ്രീവിയൻസസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ എത്തിക്കലി സോൾവ് ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് എന്താ, ഓൾ ഇഷ്യൂസ് ആർ ഇമ്പോർട്ടൻ്റ് അല്ലേ. എന്ത് പ്രശ്നം കസ്റ്റമർ ഉന്നയിക്കുകയാണെങ്കിലും അതെന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ചെറിയ കാരണം, അവർക്ക് ചെറിയ പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് തള്ളിക്കളയാൻ പാടില്ല. നമ്മളെ പ്രോഡക്റ്റിൻ്റെ മേലെയോ നമ്മളെ ബിസിനസ്സിൻ്റെ മേലെയോ എന്തെങ്കിലും ചെറിയ പ്രശ്നമാണെന്നുണ്ടെങ്കിലും അതെന്താണെന്ന് കേട്ടിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പം അതൊരു എത്തിക്കൽ പ്രാക്ടീസിൻ്റെ ഭാഗമാണ്. ദെൻ പ്രോസസ് ഇംപ്ലിമെൻറ്റേഷൻ, നമ്മൾ ഓരോ എന്തൊക്കെയാണ് അതിന് വേണ്ടിയുള്ള ഓരോ പ്രോസസ്സ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു ട്രസ്റ്റാണ്. ദെൻ എംഫസൈസ് വിത്ത് കസ്റ്റമേഴ്സ് ആയിരിക്കണം അല്ലേ. കസ്റ്റമേഴ്സിനോടൊരു എംപത്തി ഉണ്ടായിരിക്കണം നമുക്ക്. അല്ലാതെ നമ്മളൊരു വെറും പ്രോഡക്റ്റ് വാങ്ങുന്ന ഒരാൾ എന്ന രീതിക്കില്ല, നമുക്ക് അവരോടൊരു എംപത്തി ഉണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോഴേ നമ്മുടെ പ്രോഡക്റ്റൊക്കെ നമ്മൾ എന്താ പറയുക, അവർക്കും കൂടി ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്കത് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളെ പേഴ്സണൽ ഇൻട്രസ്റ്റ് മാത്രമാവാം, അല്ല ബിസിനസ്സിൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് മാത്രമാവാൻ പാടില്ല ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു എത്തിക്കൽ പ്രാക്ടീസിൻ്റെ ഭാഗമാണ്. ഞാൻ അണ്ടർസ്റ്റാൻഡിങ് മിസ്റ്റേക്സ് ഹാപ്പൻസ്, എന്ത് മിസ്റ്റേക്സ് ആണ് ഉണ്ടാകുന്നത്, അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ പ്രൊവൈഡ് റിസൊല്യൂഷൻ, നമ്മൾ പറഞ്ഞില്ലേ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അത്രയും കാര്യങ്ങളാണ് ഒരു എത്തിക്കൽ എന്തെന്ന് പറയുന്നത്. എത്തിക്കലി നമ്മൾ ഗ്രീവിയൻസസ് തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എത്തിക്കലി എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതിനെ കുറച്ച് പോയിന്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ദെൻ കംപ്ലീറ്റ് ഫീഡ്ബാക്ക് ലൂപ്പ് ടു കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുക്കാം അല്ലേ. അത് അടുത്തൊരു പോയിന്റാണ്, കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെ എടുക്കുക എന്നുള്ളത്. അതായത് കളക്ഷൻ ഓഫ് കസ്റ്റമർ ഫീഡ്ബാക്ക്, നമ്മളൊരു പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ബിസിനസ് മുന്നോട്ട് ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ ഫീഡ്ബാക്ക് അറിഞ്ഞ് അതിലിനി എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങണം. ദെൻ ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഫീഡ്ബാക്ക് മെക്കാനിസം, അക്നോളജ് കസ്റ്റമർ ഫീഡ്ബാക്ക് മെക്കാനിസം, നമുക്ക് കിട്ടിയ ഫീഡ്ബാക്കിനെ നമ്മൾ അക്നോളജ് ചെയ്യുക. അതായത് നമ്മളതിനെ അനലൈസ് ചെയ്തിട്ട് മനസ്സിലാക്കുക എന്തൊക്കെയാണെന്നുണ്ട്, നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഇനിയും ബെറ്റർ ആക്കാനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക. കസ്റ്റമർ അപ്ഡേറ്റ് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഫീഡ്ബാക്കിൽ വരുന്നത്. ഫീഡ്ബാക്കിൽ വരുന്ന പോയിന്റ്സ് ആണ്. കസ്റ്റമർ അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കുക, കോസ് ആൻഡ് ഇഫക്റ്റ് അനാലിസിസ് ഉണ്ടായിരിക്കണം, ഫീഡ്ബാക്ക് ഷെയർ ചെയ്തിരിക്കണം, കസ്റ്റമർ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം, എസ്റ്റാബ്ലിഷ് മെറ്റീരിയൽസ് ആൻഡ് ഡാറ്റ ഇൻ്റഗ്രേഷൻ വിത്ത് സിസ്റ്റംസ്. ഇത്രയും ഫീഡ്ബാക്സ് ആണ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ മാനേജിങ് ഹെൽത്ത് സേഫ്റ്റി ആൻഡ് ഒക്യുപ്പേഷൻ ഹസാർഡ്സ് ഇൻ റീറ്റെയിൽ ഇൻഡസ്ട്രി. അതായത് ഇപ്പോൾ റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഡിസ്ട്രിബ്യൂഷനും പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷന് എംപ്ലോയീസ് കസ്റ്റമേഴ്സ് അങ്ങനെ. ഇനിയിപ്പോൾ റീറ്റെയിലിങ്ങിൽ വരുന്ന അവരെ മാനേജിങ് ഹെൽത്ത് വൈസിൽ എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് വർക്ക് പ്ലേസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. അതായത് ഹെൽത്ത് വൈസ് നമ്മൾ പറഞ്ഞല്ലോ റീറ്റെയിൽ ബിസിനസ്സിൻ്റെ വർക്ക് പ്ലേസ് അത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ വർക്ക് പ്ലേസ് അതായത് ആ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഹെൽത്തി ആയിരിക്കണം, സേഫ് ആയിരിക്കണം. നമ്മൾ ആ ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി നമ്മൾ എൻവയോൺമെൻറ്റൽസിനോ അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള ജനങ്ങൾക്കോ ബുദ്ധിമുട്ട്. നമ്മൾ പണ്ടൊരു പെപ്സിൻ്റെ ഇത് വന്നപ്പം ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടായില്ലായിരുന്നു. പിന്നെ അതിൽ നിന്ന് വരുന്ന പുകയും അതിൻ്റെ വേസ്റ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഡിസോർഡർ എന്തോ കാര്യങ്ങളൊക്കെ കൊണ്ട് പെപ്സി കൊക്കക്കോളേൻ്റെ ഒക്കെ കമ്പനിക്ക് ഭയങ്കര എതിരെ കേസൊക്കെ വന്ന സമയമല്ലേ. അതായത് അത് എക്കോണമിക്ക് ഫ്രണ്ട്ലി അല്ല. അതേപോലെ അതിന് ചുറ്റുമുള്ള പിന്നെ പുഴകളോ വെള്ളം വാട്ടർ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി എന്നൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ വർക്ക് പ്ലേസ് എന്തായിരിക്കണം, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആയിരിക്കണം നമ്മൾ ബിസിനസ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നീഡ്സും ബെനിഫിറ്റ്സും ഒക്കെ ഉണ്ട്. അതൊക്കെ പോയിന്റ്സ് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. നീഡ്സും ബെനിഫിറ്റ്സ് അറിയാമല്ലോ. നമ്മൾ വർക്ക് പ്ലേസ് സേഫ് ആകുമ്പോൾ നമ്മളെ കസ്റ്റമേഴ്സിലും അവർക്ക് നമ്മളെ പ്രോഡക്റ്റ് സാറ്റിസ്ഫൈ ആവുള്ളൂ അല്ലേ. നമുക്ക് അവർക്കൊരു ഡാമേജ് ഉണ്ടാകുന്ന കാര്യം അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജനങ്ങൾക്ക് സൊസൈറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം ഒരു ബിസിനസ് ആണെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഹൗ ടു ക്രിയേറ്റ് ഹെൽത്തി ആൻഡ് സേഫ് വർക്കിംഗ് എൻവയോൺമെൻറ്റ്. എങ്ങനെ നമുക്കൊരു സേഫ് ആൻഡ് ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ അവെയർനെസ് അബൌട്ട് വർക്ക് പ്ലേസ് അല്ലേ. നമ്മൾ ആ വർക്ക് പ്ലേസിനെ കുറിച്ച് ഒരു ഐഡൻറ്റിഫിക്കേഷനും ഒരു അവെയർനെസ്, നമ്മൾ എന്ത് ബിസിനസ്സാണോ തുടങ്ങാൻ പോകുന്നത് അതിന് പറ്റിയ ചുറ്റുപാടാണോ എന്നുള്ളതിനെ കുറിച്ചൊരു അവെയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. ദെൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വർക്ക് പ്ലേസ് സേഫ്റ്റി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലേ. വർക്ക് പ്ലേസിൻ്റെ സേഫ്റ്റി അതായത് നമ്മൾ എന്തൊക്കെ സേഫ്റ്റി മെഷർമെൻ്റ് ആണോ എടുക്കുന്നത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ അവിടെ ഉണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ ചെക്ക് ചെയ്യുക. ദെൻ പ്രൊവൈഡ് വർക്ക് പ്ലേസ് സേഫ്റ്റി ട്രെയിനിങ്, അതായത് അതിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക. എംപ്ലോയീസിനെ സേഫ്റ്റീനെ സംബന്ധിച്ചോ വർക്ക് പ്ലേസിനെ സംബന്ധിച്ചോ അവിടുത്തെ ലൊക്കേഷനെ കുറിച്ചൊക്കെ ഉള്ളൊരു പ്രോപ്പർ ട്രെയിനിങ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം.
യൂസ് ഓഫ് ആഡിക്വേറ്റ് സേഫ്റ്റി ഇക്വിപ്മെൻറ്റ്, ഒരു നല്ല സേഫ്റ്റി ഇക്വിപ്മെൻറ്റ് യൂസ് ചെയ്യും നമ്മളൊരു ബിസിനസ്സിലേക്ക്. അവരുടെ എംപ്ലോയീസിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും അവിടെ ആരെക്കൊണ്ട് അവർക്ക് ഒരു സേഫ്റ്റി കണക്കാക്കുന്ന രീതിക്കുള്ളൊരു സേഫ്റ്റി ഇക്വിപ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. പിന്നെ റിപ്പോർട്ടിംഗ് ഹസാർഡ്നസ് വർക്കിംഗ് കണ്ടീഷൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടായിരിക്കണം. പ്രാക്ടീസ് കറക്റ്റ് വർക്കിംഗ് പോസ്റ്റേഴ്സ് ആയിരിക്കണം. മാനേജ് വർക്ക് പ്ലേസ് സ്ട്രെസ്, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ഇഷ്യൂസിനെ കുറിച്ച്, അതേപോലെ തന്നെയാണ് സ്ട്രെസ്സും. അതൊരു ഹെൽത്തി സേഫ്റ്റി എന്താ പറയുക വർക്ക് പ്ലേസ് അറ്റ്മോസ്ഫിയർ ആണല്ലേ. ഒരുപാട് എംപ്ലോയീസിനെ സ്ട്രെസ് ചെയ്യിക്കാതെ അവർക്ക് വർക്ക് ചെയ്യാനുള്ള നല്ല ഗുഡ് അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ് ഉണ്ടാക്കുക, അത് ഒരു വർക്ക് പ്ലേസ് സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് മാനേജ് ചെയ്യുക എന്നുള്ളത്. ദെൻ എൻകറേജ് ഫ്രീക്വൻറ്റ് ബ്രേക്സ് ആൻഡ് ഇൻ്റർവെൽസ് അല്ലേ, എംപ്ലോയീസിനായാലും കറക്റ്റായിട്ടുള്ള ബ്രേക്സ് ഇൻ്റർവെൽസ്. എംപ്ലോയീസിൻ്റെ കേസിൽ അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞത് ബിസിനസ് തുടങ്ങുന്ന ലൊക്കേഷനെ പറ്റിയാണ്, അതേപോലെയാണ് എംപ്ലോയീസിൻ്റെ സേഫ്റ്റി ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലേ. വർക്ക് പ്ലേസ് കണ്ടീഷൻസ് ഹെൽത്തി, അവരെ ഹെൽത്തും അവർക്ക് കറക്റ്റായിട്ടുള്ള ഇൻ്റർവെൽസ് കൊടുക്കണം അല്ലെ. അവർ ഫുൾ ടൈം 24 hours വർക്ക് ചെയ്യിക്കില്ല, അവർക്ക് അതിനുള്ള ഇൻ്റർവെൽസും ബ്രേക്സും എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക, സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതും അതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്, ഒരു ഹെൽത്തി വർക്കിംഗ് കണ്ടീഷൻ്റെ ആൻഡ് സേഫ്റ്റി വർക്കിംഗ് കണ്ടീഷൻ്റെ ഭാഗമാണ്. ദെൻ എന്താണ്, അതേപോലെ എന്താണ് നമ്മൾ പോകുന്നത് വർക്ക് പ്ലേസ് ബുള്ളിങ്, അതായത് വർക്ക് പ്ലേസസിൽ ബുള്ളിങ് ഉണ്ടാവും. ബുള്ളിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബുള്ളിങ് ഈസ് എ ടിപ്പിക്കലി ഡിഫൈൻഡ് ആസ് ബിഹേവിയേഴ്സ് ആർ വെർബൽ കമൻറ്റ്സ് ദാറ്റ് ഹാവ് എ പൊട്ടൻഷ്യൽ ടു മെൻ്റലി ഒരു സൈക്കോ. അതായത് ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ഈ എംപ്ലോയീസിന് അല്ലെ വർക്ക് പ്ലേസിൽ നമുക്ക് ഉണ്ടാവുന്ന എന്താ പറയുക മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഉണ്ടാവുന്ന ചില എന്താ പറയുക ബിഹേവിയേഴ്സ്, അതൊരു ഗുഡ് ബിഹേവിയർ അല്ല, ഒരു അല്ലാത്ത ബിഹേവിയറിനാണ് നമ്മൾ ബുള്ളിങ്, നമ്മൾ കേൾക്കല്ലേ സൈബർ ബുള്ളിങ് എന്നൊക്കെ പറയുന്നത്. എന്താണ്, നമുക്ക് എതിരെയുള്ള ഒരു ആക്ഷേപം ഭയങ്കരമായിട്ട് നമ്മളെ ഡീപ്രൊമോട്ട് ചെയ്യുക, നമ്മളെ സ്ട്രെസ്ഫുൾ ആക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം വർക്ക് പ്ലേസ് ബുള്ളിങ് ഉണ്ടാവാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ വർക്ക് പ്ലേസ് ബുള്ളിങ് എന്ന് പറയുന്നത് എന്താണ്, പാടില്ല. ഓക്കെ, അതായത് ജോക്സ് കളിയാക്കുക, മെൻ്റലി ബുള്ളിങ് കളിയാക്കുക, പിന്നെ അവരെന്താണ് വെർബലായി അബ്യൂസ് ചെയ്യുക, എന്താ പറയുക ക്രിട്ടിസൈസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു വർക്ക് പ്ലേസ് ബുള്ളിങ്ങിൽ ഒരു ബിസിനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, വർക്ക് പ്ലേസ് ബുള്ളിങ് ആൻഡ് ഓൾസോ ബി ഡിഫൈൻഡ് ആസ് എ അസർട്ടീവ് യൂസ് ഓഫ് പവർ ടു എസ്റ്റാബ്ലിഷ് വൺസ് ഡോമിനൻസ് അല്ലേ. അതായത് അതൊരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അതിലൊരു എന്താ പറയുക ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ച് വളരെ മോശമായ കാര്യമാണ്. അത് അവർക്ക് മുന്നോട്ട് അവരെ വർക്കിംഗ് കണ്ടീഷൻസിനെ ബാധിക്കും. അപ്പോൾ വർക്ക് പ്ലേസ് ബുള്ളിങ് ഇല്ലാതെ നോക്കുക എന്നുള്ളതാണ്. ടൈപ്സ് ഓഫ് വർക്ക് പ്ലേസ് ബുള്ളിങ് എന്തൊക്കെയാണ്, വെർബൽ ഉണ്ടാവാം, ഇൻറ്റിമിഡിയേറ്റിംഗ് ഉണ്ടാവാം, പെർഫോമൻസ് അറ്റ് വർക്ക് പെർഫോമൻസസിനനുസരിച്ച് വരാം, റീറ്റെയിലറിറ്റിൽ വരാം, ഇൻസ്റ്റിറ്റ്യൂഷണലി വരാം. അങ്ങനെയൊക്കെ സൈബർ ബുള്ളിങ് വർക്ക് പ്ലേസ് ബുള്ളിങ് ഇല്ലാതിരിക്കുക. അതൊക്കെ എഫക്റ്റ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, കുറയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞ കാര്യത്തിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബിസിനസ് എത്തിക്സ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ബിസിനസ് എത്തിക്സ് ആണ്. ബിസിനസ് എത്തിക്സ് എങ്ങനെയൊക്കെ ഉണ്ടാവും, ബിസിനസ് എത്തിക്സ് എന്താണെന്ന് നോക്കി, അതൊരു പ്രോഡക്റ്റിൽ എങ്ങനെ വരുന്നു എന്ന് നോക്കി, പിന്നെ നമ്മളെന്തെന്ന് നോക്കി, നമ്മളതൊരു പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെ വരുന്നു എന്ന് നോക്കി, പിന്നെ അത് എംപ്ലോയീസിൽ എങ്ങനെ ഒരു ബിസിനസ് എത്തിക്സ് പ്രാക്ടിക്കൽ ആക്കാൻ നോക്കുന്നു, കസ്റ്റമേഴ്സിൻ്റെ കേസിൽ നോക്കി, ആ കസ്റ്റമേഴ്സിൻ്റെ കേസിൽ എങ്ങനെ വരുന്നു, പിന്നെ അവർ തമ്മിലുള്ള തർക്കങ്ങളിലെത്തി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വ്യക്തിനെ പോലെ കണക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോരോ സ്റ്റേജിലും ഒരു ബിസിനസ് എത്തിക്കലി എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇത്രയും ക്ലാസ്സസിലായിട്ട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ.